ഹൃദയാഘാതം അതിപ്പോൾ ഒരു വളരെ വ്യാപകമായി കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഈ അടുത്ത സമയത്ത് ജിമ്മിൽ പോയിട്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ എപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരുന്ന പല ആൾക്കാരും ഹാർട്ട് അറ്റാക്ക് ആണെന്ന് മനസ്സിലാക്കാതെ ഗ്യാസ് കയറിയൊരു ഫീലിംഗ് അവർ തന്നെ തീരുമാനിക്കും. രോഗനിർണ്ണയം നമ്മൾ സ്വയം നടത്തരുത്, നമ്മൾ ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ നടത്താൻ പാടില്ല. അപ്പോൾ ഈ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഫാമിലി ഡോക്ടർ പറയുന്നത്. കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ ഹരികൃഷ്ണ കെ സംസാരിക്കുകയാണ് ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച്. Family Doctor, supported by VPS Lakeshore. യൂഷ്വലി ഹാർട്ട് അറ്റാക്കിനുള്ള ലക്ഷണങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ഹാർട്ടിലുള്ള ഒരു രക്തക്കുഴൽ ഒന്നുകിൽ വളരെ ക്രിട്ടിക്കലായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞ സമയത്താണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അതായത് ആ ഭാഗം സപ്ലൈ ചെയ്യുന്ന മസിൽസ് ആർ ഗെറ്റിംഗ് ഡാമേജ്ഡ്. അതിൻ്റെ പെയിനാണ് നമുക്ക് വരുന്നത്. ആ പെയിൻ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളൊരു പെയിൻ നെഞ്ചിൻ്റെ നടുക്ക് ഒരു ഭാരം കയറ്റി വെച്ച പോലെ ഒരു ഫീലിംഗ്. ആ പെയിൻ ക്യാൻ റേഡിയേറ്റ് ടു ഷോൾഡേഴ്സ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓർ റൈറ്റ് അപ്പർ ലിം ടു ദ ജോ ഇവിടം വരെ ഉള്ളൂ. ആൻഡ് താഴെ ചിലപ്പോൾ വയറിലേക്കും പോകാം, പൊക്കിളിൻ്റെ അവിടം വരെ. അത്രയും ഉള്ള ഒരു പെയിൻസാണ് സാധാരണ വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും ഇതിനുള്ളൊരു പെയിൻ സെൻസേഷൻ വ്യത്യാസമുണ്ട്. നമുക്കൊരു പെയിൻ ഇങ്ങനെ വരുമ്പം അത് നമ്മൾ എപ്പോഴും ഹാർട്ടിൻ്റെ പെയിൻ ആണോ എന്ന് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഒരു ഗ്യാസിൻ്റെ പെയിൻ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനൊന്ന് ലേബൽ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എപ്പോഴും ഒരു ഹാർട്ടിൻ്റെ അറ്റാക്ക് അതിനകത്തുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും അത് റൂൾ ഔട്ട് ചെയ്യും. അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയിൻ്റെ ക്യാരക്ടർ ഓരോരുത്തർക്കും ഓരോ ഡിഫറൻ്റ് ആണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഡയബറ്റിസ് ഉള്ളവരുണ്ട്. ഡയബറ്റിസ് എപ്പോഴും ഈ ഹാർട്ടിലോട്ടൊക്കെ പോകുന്ന നെർവുകളെ ബാധിക്കും. അപ്പോൾ ആ നെർവുകളെ ബാധിക്കുമ്പം ആ പെയിൻ സെൻസേഷൻ എപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം ഡയബറ്റിസ് ഉള്ളവർക്ക് വളരെ അറ്റിപ്പിക്കലായിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും വരിക. ആൻഡ് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ഒരു നെഞ്ചുവേദനേനെ നമ്മൾ അങ്ങനെ വളരെ ഇതായിട്ട് ഒരിക്കലും അതിനെ ഒരു നിസ്സാരമായിട്ട് കാണരുത്. ആൻഡ് ഒരിക്കലും നമ്മളൊരു പെയിൻ വെച്ചുകൊണ്ടിരുന്നുണ്ട് അത് ഗ്യാസാണെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്ന പെയിനുകളാണ് സാധാരണ ഏറ്റവും വളരെ മോശമായിട്ട് വലിയ അറ്റാക്കുകളായിട്ട് വരുന്നത്. Family Doctor, supported by VPS Lakeshore.